സന്നിധാനത്തേക്ക് വീണ്ടും പോവുകയാണ്. അഖിൽ, മണ്ഡലകാലം കഴിഞ്ഞു, മകരവിളക്ക് വരുന്നു, 6 ദിവസം മാത്രമാണുള്ളത്. അവിടെ തിരക്ക് എങ്ങനെയെന്ന ചോദ്യമാണ്. അത് പ്രസക്തമല്ല. 1 ലക്ഷത്തിലേറെ പേർ കുറേ ദിവസങ്ങളായി വരുന്നുണ്ട്. ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടോ? കൃഷ്ണരാജ്, ദേവിക, സ്വാമി ശരണം. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കിനോട് അടുക്കുമ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ശബരിമല സന്നിധാനവും പരിസരവും ഒക്കെ തന്നെ നിയന്ത്രണങ്ങളും കൂടുതലായി ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കാനനപാത വഴി വരുന്ന, സത്രം വഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ അത് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം സത്രം വഴിയുള്ള അയ്യപ്പ ഭക്തരെ കടത്തി വിട്ടാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ 1 മണി വരെ ആയിരുന്നു. കാരണം കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തർ അതുവഴി നടന്നു വരുന്ന സമയത്ത് സമയബന്ധിതമായി സന്നിധാനത്തേക്ക് എത്തുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിന് മുന്നോടിയായി വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. സന്നിധാനത്തും പരിസരത്തും പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ 18ാം പടി കയറി അയ്യപ്പ ഭക്തർ അതിവേഗം സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും അയ്യപ്പ ഭക്തർ ഫ്ലൈ ഓവറിലേക്ക് പോയി. ഫ്ലൈ ഓവറിൽ നിന്നാണ് ശ്രീകോവിലിലേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അങ്ങനെ ശ്രീകോവിലിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴും അത്രമാത്രമായ അധികമായ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാനുള്ള പ്രധാനമായ ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ അയ്യപ്പ ഭക്തനും ഒരു നിമിഷമാണ് അയ്യപ്പ സ്വാമിയെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നിമിഷം അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് മണിക്കൂറുകളായി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അയ്യപ്പന്മാർ. ഇന്നലെ സന്ധ്യ മുതൽ പമ്പയിലും മരക്കൂട്ടത്തും ശരംകുത്തിയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കാരണം ആ തിരക്ക് അങ്ങനെ അനുഭവപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് എത്തിയ അയ്യപ്പ ഭക്തർ അധികമായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ തങ്ങി നിന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെട്ടത് എന്നതാണ് പോലീസ് അയ്യപ്പന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോട് അടുക്കുമ്പോൾ, മകരവിളക്ക് ഉത്സവത്തോട് അടുക്കുമ്പോൾ വലിയ ഭക്തജന തിരക്കിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇനി 7 ദിവസം മാത്രമാണ് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന് ഉള്ളത്. ആ 7 ദിവസത്തിൽ ഏകദേശം ജനുവരി 10 മുതൽ തന്നെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തി ഇവിടെ തമ്പടിച്ചു നിന്നാണ് 14 മകരവിളക്ക് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അയ്യപ്പന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 ലക്ഷത്തിൽ പരം, ഏകദേശം 3,50,000 പരം അയ്യപ്പ ഭക്തർ, 3.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ എന്തായാലും മകരവിളക്കിന് മുന്നോടിയായി ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോട് അടുക്കുമ്പോൾ ഭക്തിസാന്ദ്രമായ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും വർദ്ധിച്ചു വരികയാണ്. കൃഷ്ണരാജ്.